ഹായ് കുട്ടീസ്, എല്ലാവർക്കും ഹിന്ദി വൈബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹിന്ദിയുടെ പെഡഗോജി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. കേട്ടറ്റ് 4ൻ്റെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒരു വൈജ്ഞാനിക നൈപുണ്യം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, പ്രശ്ന പരിഹരണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കളികളിലൂടെ പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുന്ന അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്നത്? ഓപ്ഷൻ സി, ആന്തരിക പ്രേരണയും ബാഹ്യപ്രേരണയും ആണ് ആൻസർ വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, കുട്ടികളുടെ പ്രകടനം വിലയിരുത്തി എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലം കുട്ടികളെ അറിയിക്കേണ്ടതാണ്. മനഃശാസ്ത്രപരമായ ഇതിൻ്റെ സാധൂകരണം ഏത് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഫലപ്രാപ്തി നിയമം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, വിദ്യാർത്ഥികളിൽ അഭിലഷണീയമായ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരു അധ്യാപകൻ ഋണാത്മക ചോദകങ്ങൾ ഒഴിവാക്കുന്നു. ഇവിടെ അധ്യാപകൻ പ്രയോജനപ്പെടുത്തുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഋണാത്മക പ്രബലനം. ഓക്കെ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏതു സിദ്ധാന്തമാണ് പേടി ജനിപ്പിക്കുന്നതും അത് ഇല്ലാതാക്കുന്നതും? എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, ഒരു കുട്ടിയെ തൻ്റെ പൊട്ടൻഷ്യൽ നിലയിലേക്ക് ഉയരുന്നതിനാവശ്യമായ പഠന പിന്തുണ നൽകി സഹായിക്കുന്ന പ്രക്രിയ ഏതാണെന്നാണ് ചോദിച്ചത്. എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കൈത്താങ്ങ്.